ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തു വരികയായിരുന്നു അല്ലേ. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 2 പോർഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസാണ് ചെയ്തത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്തു. അതുപോലെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസാണ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസിനുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യാനാണ്. അപ്പം സീരീസ് കോമ്പിനേഷനിലും പാരലൽ കോമ്പിനേഷനിലും വ്യത്യസ്ത സർക്യൂട്ടുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എങ്ങനെ കാണാം എന്നുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റൻസുമായി റിലേറ്റ് ചെയ്യുന്ന അതിന് എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. 3 capacitors of capacities 2 farad, 3 farad and 4 farad are connected together in series and in parallel. Find the equivalent capacitance in each case. കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 3 കപ്പാസിറ്ററുകളുള്ളത് 2, 3 and 4 ഫാരഡ്സ്. ദെൻ അവ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇക്വലന്റ് കപ്പാസിറ്റി എത്രയാണ്, പാരലലായിട്ട് കണക്ട് ചെയ്താൽ ഇക്വലന്റ് കപ്പാസിറ്റി എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ കേസ് സീരീസ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ നമുക്കറിയാം. ഇക്വേഷൻ എന്താ? 1/c = 1/c1 പ്ലസ് 1/c2 പ്ലസ് 1/c3. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ കേസിൽ സീരീസ് കോമ്പിനേഷൻ്റെ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ. C1, C2, C3 individual capacitances and C is the equivalent capacitance. അപ്പോൾ 1/cയുടെ വാല്യൂ എങ്ങനെ കാണാം? 1/c = 1/2 പ്ലസ് 1/3 പ്ലസ് 1/4. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. നമുക്കതിൻ്റെ LCM ആയിട്ട് നമുക്ക് 12 സെലക്ട് ചെയ്താൽ ഓക്കെ എന്ത് വരും? ഇവിടെ 6 പ്ലസ് ഇവിടെ വരും 4 പ്ലസ് 3. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 13/12. അപ്പോൾ ഈ കിട്ടിയ ആൻസർ എന്താ? 1/cയുടെ ആൻസർ ആണ്. പലപ്പോഴും നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സിലേക്ക് വരുമ്പോൾ തെറ്റ് പറ്റാറുണ്ട്. കാരണം അത് 1/cയുടെ ആൻസർ ആണ്. ചിലപ്പോൾ ചോയ്സിൽ അതുണ്ടാവും. അപ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്യരുത് പെട്ടെന്ന്. അത് 1/cയുടെ ആൻസർ ആണ്. നമുക്ക് കാണേണ്ടത് സിയുടെ ആൻസർ അല്ലേ. ഫോർ ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് സി is equal to എത്രയായിരിക്കും? 12/13. ഓക്കെ, നോക്കൂ, ആൻസർ <1 ആണ് അല്ലേ. ദാറ്റ് മീൻസ് നമ്മൾ ഉപയോഗിച്ച ഇൻഡിവിജ്വൽ വാല്യൂ 2 ആയിരുന്നു. ആ 2ൽ കുറഞ്ഞൊരു വാല്യൂ ആണ്. ഇങ്ങനൊരു കേസ് നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ചിരുന്നു. സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എപ്പോഴും അതിലുപയോഗിച്ച ലീസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂയിലും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതിവിടെ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ആൻസർ കിട്ടി 12/13 ഫാരഡ് ആണ് ആൻസർ. രണ്ടാമത്തെ കേസ് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ ഈസിയാണ്. C = എത്രയാണ്? C1 പ്ലസ് C2 പ്ലസ് C3. ജസ്റ്റ് 3 കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ദെൻ ആൻസർ കിട്ടുന്നത് എത്രയായിരിക്കും? അപ്പോൾ 2 പ്ലസ് 3 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഫാരഡ്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. 3 കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്താൽ ഇക്വലന്റ് കപ്പാസിറ്റർ കാണാനുള്ള ഇക്വേഷൻ. ഈ 2 ഇക്വേഷനാണ് നമ്മൾ ഇനി മുതലുള്ള പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു സർക്യൂട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇക്വേഷൻസ് സെലക്ട് ചെയ്യണം. നമ്മൾ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് വന്നാലുള്ള കേസുകൾ പറഞ്ഞിരുന്നു. അത്തരം പ്രോബ്ലംസിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ആ രീതിയിലാണ് മാറുന്നത്. ഇവിടെ നമുക്ക് നേരിട്ട് എന്ത് തന്നിട്ടുണ്ട്? സീരീസ് പാരലൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചില കണക്ഷനിലൊന്നും നമുക്ക് അത് തിരിച്ചറിയാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഏത് ഇക്വേഷനാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാതെ അതിൻ്റെ ആൻസർ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അത്ര ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കോമ്പിനേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഫൈൻഡ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ എക്കും ബിക്കും ഇടയിലുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിൽ ഏതൊക്കെയാണ് സീരീസ് ഏതൊക്കെയാണ് പാരലൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നോക്കൂ, എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റിനും ഇടയിലുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്.
അപ്പോൾ എയും ബിയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ചിത്രം ഒന്ന് റീഡ്രോ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. സി എന്നുള്ള പോയിന്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ നോക്കൂ, എയിൽ നിന്ന് തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എക്കും ബിക്കും ഇടയിൽ 2 ബ്രാഞ്ച് ഉണ്ട് അല്ലേ. ഒന്ന് ഇതാ സ്ട്രെയിറ്റ് ആയിട്ടൊരു ബ്രാഞ്ച്, ഒന്നിങ്ങനെ. അപ്പോൾ ഇതിൽ ഒറ്റ സിംഗിൾ കപ്പാസിറ്റൻസേ ഉള്ളൂ. രണ്ടാമത്തെ ബ്രാഞ്ചിൽ 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ ബ്രാഞ്ചും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നോക്കൂ, സീരീസ് ആണല്ലോ. ഞാൻ വേണമെങ്കിൽ അത് മറ്റൊരു രീതിയിൽ വരയ്ക്കാൻ നോക്കൂ. ഈ കപ്പാസിറ്റൻസ് ഇങ്ങനെ, ഇതിന് നമുക്ക് ഇങ്ങനെ വരച്ചുകൂടെ, 2 എണ്ണമായിട്ട് ഇതാ ഇങ്ങനെ അയക്കാം അല്ലേ. ഇത് എ, ഇത് ബി. ഓക്കെ, ഇത് എത്രയായിരുന്നു, 5 ഫാരഡ് ആയിരുന്നു. ഇത് രണ്ടും നമുക്ക് 10 ഫാരഡ് അങ്ങനെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ക്ലിയർ ആണ്. നമുക്ക് ഇവിടെ 2 ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ പാരലലാണ്. ആ പാരലുള്ള ഒരു ബ്രാഞ്ചിൽ 2 എന്താണ്, സീരീസാണ്. അപ്പോൾ ഈ സീരീസിൻ്റെ ആൻസർ നമ്മൾ ആദ്യം കാണും. സീരീസ് എങ്ങനെ കാണാം, 1/c = നമ്മൾ നേരത്തെ ചെയ്തു 1/c1 + 1/c2. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ, കാരണം എന്താ, ഐഡൻറ്റിക്കൽ അല്ലേ. രണ്ടും 10 ആണ്. 2 കപ്പാസിറ്ററുകൾ ഐഡൻറ്റിക്കൽ ആയാൽ സീരീസ് കോമ്പിനേഷൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. CS = എന്താണ്, C/N അല്ലേ. അതിൽ ഒന്നിൻ്റെ വാല്യൂവിനെ നമ്പർ ഓഫ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ സിംപ്ലി ഇറ്റ്സ് ഈക്വൽ ടു 10 ഫാരഡിൻ്റെ 2 എണ്ണമാണ്. ആൻസർ എത്ര ആയിരിക്കും, 5 ഫാരഡ് ആയിരിക്കും ആൻസർ. അപ്പോൾ ഈ ആൻസർ കിട്ടിയതിൽ നമുക്ക് ഈ പിക്ചർ ഒന്ന് മാറ്റി വരക്കാം. ഇങ്ങനെ ആയിരിക്കും. നോക്കൂ, എക്കും ബിക്കും ഇടയിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലോ ആൾറെഡി 5 ഫാരഡ്. നമ്മൾ ഇതിൻ്റെ റിസൾട്ട് കണ്ടു. ആ റിസൾട്ടൻറ്റ് കപ്പാസിറ്റൻസ് അതൊന്നായിട്ട് നമുക്ക് കാണിക്കാം അല്ലേ. അതും എത്ര കിട്ടിയത് നമുക്ക്, 5 ഫാരഡാണ് കിട്ടിയത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന 2 പോയിന്റിൻ്റെ ഇടയിൽ ഇപ്പോൾ എങ്ങനെയായി, 2 കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ടുള്ള പോലെ ആയല്ലോ. കാരണം നമ്മൾ ഈ പാരലൽ ഇവിടെ നിന്നുണ്ടായിരുന്നു, സീരീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇക്വലൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ പാരലലിൻ്റെ റിസൾട്ട് കാണാം. ഇവിടെയും നമുക്ക് ഐഡൻറ്റിക്കൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. CP = എന്താണ്, N × C. സിമ്പിളാണെങ്കിൽ C1 + C2 ആണ്. ഇവിടെ എളുപ്പമാണ്, അത് 5 + 5 10 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഐഡൻറ്റിക്കൽ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് അവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ. നമ്പർ 2 എത്രയാണ്, 5. ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും, 10 ഫാരഡ്. അപ്പോൾ റിസൾട്ട് കിട്ടുന്നത് എത്രയാണ്, 10 ഫാരഡാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ അതിലൊരു സിമ്പിൾ സർക്യൂട്ട് നമ്മളിപ്പോൾ കാണിച്ചത്. അതിൽ 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ അവക്കിടയിലുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കാം. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യും. അപ്പോൾ നോക്കൂ, എയും സിയും ആണ് 2 പോയിന്റ് എങ്കിൽ എക്കും സിക്കും ഇടയിൽ 10 ഫാരഡ് അവിടെ ഉണ്ടല്ലേ. ഇനി എയിൽ നിന്ന് സിയിലേക്ക് ബി വഴി പോകുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ബി വഴി പോകുന്ന ബ്രാഞ്ചിൽ ഒരു 5 ഒരു 10 തമ്മിൽ ഇങ്ങനെ സീരീസാണ്. ഇതിൻ്റെ സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റേ തുടങ്ങുമ്പോഴാണ്. അതിൻ്റെ ഇടയിൽ വേറെ എന്ത് ചെയ്യുന്നില്ല, ബ്രാഞ്ചൊന്നും പോകുന്നില്ലെങ്കിൽ അവ തമ്മിൽ എന്താണ്, സീരീസാണ്. അപ്പോൾ ഈ 5 അവസാനിക്കുന്ന സ്ഥലത്താണ് 10 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ വേറെ കണക്ഷനൊന്നുമില്ല, അതുകൊണ്ട് രണ്ടും സീരീസാണെന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യണം, ഈ 5ഉം 10ഉം സീരീസ് ആയിട്ട് എടുത്തുകൊണ്ട് സോൾവ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ ഐഡൻറ്റിക്കൽ അല്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ തന്നെ എഴുതാം. എന്താ സീരീസിൻ്റെ ഇക്വേഷൻ, 1/CS = 1/C1 + 1/C2. ദാറ്റ്സ് ഈക്വൽ ടു C1 ഉം C2 എത്രയാണ്, 1/5 + 1/10 അല്ലേ. ഈ 5ഉം 10ഉം സീരീസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മളിപ്പം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും, ദാറ്റ്സ് ഈക്വൽ ടു 10 അല്ലേ. എൽസിയമായിട്ട് 10 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും, 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/10. അത് ഇതിൻ്റെ ആൻസറാ 1/CS ആൻസർ ആണെങ്കിൽ therefore CS = എത്ര ആയിരിക്കും, 10/3. അപ്പോൾ നോക്കൂ, സീരീസിൻ്റെ ആൻസർ കിട്ടിയത് എത്രയാണ്, 10/3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എക്കും സിക്കും ഇടയിലുള്ള അല്ലേ, എക്കും സിക്കും ഇടയിൽ 2 ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ഉണ്ട്, ഒന്ന് ഇതാ ഇങ്ങനെ 2 ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്തത്. ഇപ്പോൾ ഇക്വേഷൻ ഇല്ലെങ്കിൽ ഈ പിക്ചർ നേരത്തെ വരച്ച പോലെ ഇങ്ങനെ വരയ്ക്കാൻ നോക്കൂ. ഇതാ അല്ലേ, ഇതാണ് സി എന്നുള്ള പോയിന്റ്, ഇത് എ, ഇവിടെ 10 ആയിരുന്നു, ഇവിടെ ഒരു സിംഗിൾ ആയില്ലേ. ഇത് നമ്മൾ സോൾവ് ചെയ്തു. ഇത് സോൾവ് ചെയ്ത് കിട്ടിയ ആൻസറാണ് എത്രയാ, 10/3 ഫാരഡ്. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, എക്കും സിക്കും ഇടയിൽ 2 കപ്പാസിറ്റൻസ് ആണ്. അതിലേക്കാണ് അത് നമ്മൾ കൊടുത്ത 10 ഉണ്ടായിരുന്നു. ഇത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ എത്രയുണ്ട്, 10/3 ഉണ്ട്. ദെൻ സിംപ്ലി ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി ഈസ് ഈക്വൽ ടു, എക്കും സിക്കും ഇടയിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, C1 + C2 അല്ലേ. പാരലൽ ആകുമ്പോൾ 2 കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയൊക്കെ അതൊക്കെ ആഡ് ചെയ്യണം, 10 + 10/3 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 30 അല്ലേ. 30 +
10/3 ദാറ്റ് മീൻസ് 40/3 ഫാരഡ്. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുക അല്ലേ. അപ്പോൾ നോക്കൂ, ആ വ്യത്യാസം മനസ്സിലാക്കുക. ആദ്യം നമുക്ക് കാണേണ്ടത് എക്കും ബിക്കും ഇടയിലായിരുന്നു. അപ്പോൾ ഇത് ഒരു കപ്പാസിറ്റർ, അതിന് പാരലൽ ആയിക്കൊണ്ട് ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ച് സോൾവ് ചെയ്തിട്ട് നമ്മൾ പാരലൽ ഇക്വേഷൻ എടുത്തു. ഇവിടെ നമുക്ക് കണ്ടത് എ സി എന്നുള്ള പോയിന്റുകൾക്കിടയിലുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് ആയിരുന്നു. അപ്പോൾ എ സിക്ക് ഇടയിൽ 10 ഉണ്ട്, അതുപോലെ ഈ 5ഉം 10ഉം കൂടി എന്തായിരുന്നു, സീരീസ് ആയിട്ടാണ് എക്കും സിക്കും ഇടയിലുള്ളത്. അപ്പോൾ ആദ്യം അത് സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, 10ഉം ആ റിസൾട്ടും കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ പറ്റി. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തു നോക്കിയാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഒരുപാട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പാരലലും സീരീസും തിരിച്ചറിയാൻ പറ്റും. അതിൽ ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലേക്ക് പതുക്കെ പതുക്കെ അതിൻ്റെ ഐഡിയ പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, സെയിം ക്വസ്റ്റ്യൻ ആണ്. എക്കും ബിക്കും ഇടയിലുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാൻ. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലുള്ള സർക്യൂട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വാല്യൂസ് തന്നിട്ടുണ്ട്. വാല്യൂസ് 2, 3, 5 and 10 ആണ്. ഇത് 2, 3, 5 and 10. അപ്പോൾ ഇത്രയും ഫാരഡാണ് ഓരോന്നിൻ്റെയും വാല്യൂ. ഓക്കെ, എങ്കിൽ എക്കും ബിക്കും ഇടയിലുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് എത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് സീരീസും പാരലലൊക്കെ തിരിച്ചറിയാൻ പ്രയാസം അല്ലേ. നമുക്ക് ഇതെന്തായാലും ഇവിടുന്ന് വന്ന് ഒന്ന് സീരീസ് ആയിട്ടുണ്ട്, പക്ഷേ ഇതും തമ്മിൽ സീരീസ് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ വേറൊരു ബ്രാഞ്ച് പോകുന്നു. ഇവ രണ്ടും സീരീസാന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താ, അതിൻ്റെ ഇടയിൽ നിന്ന് വേറെ ബ്രാഞ്ച് പോകുന്നു. അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് അല്ലേ. ഒന്നുകൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇതിനൊന്ന് റീഡ്രോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഈ ബിയെ ഞാനിവിടെ എടുത്തു. ബിയിലേക്ക് എന്തായാലും ഡയറക്റ്റായിട്ട് 10 ഫാരഡ് കണക്ഷൻ ഉണ്ടല്ലോ, അതാദ്യം ഞാൻ വരയ്ക്കാം. ഇവിടെ 10 ഫാരഡ്, ഈ 10 ഫാരഡ് ഇവിടെ നിൽക്കട്ടെ. അതാണ് ബി എന്നുള്ള പോയിന്റിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളത്. നമുക്ക് ഇനി എ എന്നുള്ള പോയിന്റിലേക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് ഒരു കപ്പാസിറ്റർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇവിടെ തൽക്കാലം നിർത്തി. ഇനി നോക്കാം ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന്. നമുക്ക് എയിൽ നിന്നൊരു കണക്ഷൻ ഇതാ എ എന്നുള്ള പോയിന്റാണിത്. ഇവിടെ നിന്ന് പോയി നോക്കൂ, ഈ എൻഡ് ചെന്ന് നിൽക്കുന്നത് ഈ 5-ലാല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ കപ്പാസിറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഡയറക്റ്റ് കണക്ഷനായിട്ട് എടുത്തിട്ട് 5ൻ്റെ ഒരു സൈഡ് എവിടേക്ക് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം, എ എന്നുള്ള പോയിന്റിലേക്ക് അല്ലേ. നോക്കൂ, 5ൻ്റെ ഒരു സൈഡിൽ നിന്ന് എയിലേക്ക് കണക്ഷൻ ഉണ്ട്, 5ൻ്റെ ഒരു സൈഡിൽ നിന്ന് 3ലേക്കുണ്ട്, അതവിടെ നിൽക്കട്ടെ. 5ൻ്റെ ഒരു സൈഡിൽ നിന്ന് എയിലേക്ക് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് വരയ്ക്കുകയാണ്. ഇത് അവിടെ 5ൻ്റെ ഒരു സൈഡിൽ നിന്ന് എയിലേക്ക് കണക്ഷൻ ഉണ്ട്. ഇതാണ് 5 ഫാരഡ്. നോക്കൂ, ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ വന്ന് എയിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. ഇനി 5ൻ്റെ രണ്ടാമത്തെ സൈഡോ ഈ നമ്മൾ നേരത്തെ പിയുടെ അപ്പുറത്തൊരു പോയിന്റ് വെച്ചിട്ടുണ്ടല്ലേ, അങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അത് ഈ ക്ലിയറാണ്, ഈ ഭാഗം ക്ലിയറായി. അപ്പോൾ ഈ 5ൻ്റെ കണക്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നോക്കൂ, ഈ 2 ഫാരഡിൻ്റെ ഒരു എൻഡ് നേരിട്ട് എയിലേക്കാല്ലേ. അപ്പോൾ ഞാനിതിവിടെ കാണിക്കാം. നോക്കൂ, 2 ഫാരഡ് ഒരു എൻഡ് നേരിട്ട് എവിടേക്കാണ്, നേരിട്ട് എയിലേക്കാണ്. 2 ഫാരഡിൻ്റെ രണ്ടാമത്തെ പ്ലേറ്റ് നോക്കൂ, ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 10ലേക്ക് കണക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, നേരിട്ട് 10ലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 2ൻ്റെ ഒരു സൈഡ് എയിലേക്ക്, മറ്റേ സൈഡ് നോക്കൂ, ഇങ്ങനെ വന്ന് എവിടെ കണക്ഷൻ ഉണ്ട്, ഈ 10ലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ 10ലേക്ക് കണക്ഷൻ കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു എൻഡ് നേരത്തെ പറഞ്ഞ പോലെ 2ൻ്റെ ഒരു എൻഡ് 3യുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി 3യുടെ കേസ് നോക്കാം. നമുക്ക് 3യുടെ ഒരു എൻഡ് നോക്കുമ്പോൾ 3യുടെ ഒരു എൻഡ് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് 10ലേക്ക് കണക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ 10ൽ നിന്ന് 3ലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. 10ൽ നിന്ന് ഇങ്ങനെ വന്ന് 3ലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. 3യുടെ മറ്റേ പ്ലേറ്റ് നോക്കൂ, ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് എയിലേക്കും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് എയിലേക്കും കണക്ഷൻ കൊടുത്തു. ഇതാണ് 3 ഫാരഡ്. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, ഇപ്പോൾ കുറച്ചുകൂടി ഈസി ആയില്ലേ. നോക്കാം നമുക്ക് എ എന്നുള്ള പോയിന്റിലേക്ക് നിന്ന് എവിടെയൊക്കെ കണക്ഷൻ ഉണ്ട്. എയിൽ നിന്ന് 2യിലേക്ക് ഉണ്ട്. എയിൽ നിന്ന് 2യിലേക്ക് ഉണ്ടല്ലോ. എയിൽ നിന്ന് എങ്ങനെ പോയി ഉണ്ടല്ലേ, 3യിലേക്കും ഉണ്ട് 5ലേക്കും ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് 2ൻ്റെ ഒരു പ്ലേറ്റിലേക്ക് കണക്ഷൻ ഉണ്ട്, എയിൽ നിന്ന് 3യുടെ ഒരു പ്ലേറ്റിലേക്കും 5ൻ്റെ ഒരു പ്ലേറ്റിലേക്കും കണക്ഷൻ ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് ഈ 3ൻ്റെയും ഓരോ പ്ലേറ്റിലേക്ക് കണക്ഷൻ ഉണ്ടല്ലോ. എയിൽ നിന്ന് 3ൻ്റെയും ഓരോ പ്ലേറ്റിലേക്ക് കണക്ഷൻ കിട്ടി. ഇനി ഈ പോയിന്റ് നോക്കുക, ഈ പോയിന്റ് ഞാൻ സി എന്ന് കൊടുക്കാം. ഇവിടെ സി എന്നുള്ള പോയിന്റിൽ നോക്കൂ, നേരിട്ട് 5ലേക്ക് കണക്ഷൻ ഉണ്ട് അല്ലേ. സിയിൽ നിന്ന് നേരിട്ട് അവിടെ വന്ന് 2യിലേക്കും 3യിലേക്കും. അപ്പോൾ സിയിൽ നിന്ന് 5ലേക്ക് കണക്ഷൻ ഉണ്ട്, സിയിൽ നിന്ന് 2യിലേക്കും 3യിലേക്കും കണക്ഷൻ ഉണ്ട്. അപ്പോൾ 2യിൽ അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, സിയിൽ നിന്ന് ഈ 3ലേക്കും കണക്ഷൻ ഉണ്ടല്ലോ.
അപ്പോൾ ഒന്ന് രൂപം മാറിയില്ലേ? ഇനി നമുക്കിത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. നോക്കൂ, ഇവിടെ ആദ്യം സോൾവ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇത് നോക്കൂ, ഇത് രണ്ട് തമ്മിൽ സീരീസ് ആണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇത് തമ്മിൽ സീരീസ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ കണക്ഷൻ ഉണ്ടല്ലേ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ മൂന്നും തമ്മിൽ പാരലലല്ലേ. അപ്പോൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഇതാണ്, അവ തമ്മിൽ എന്താണ്? പാരലലാണ്. അപ്പോൾ ഈ പാരലലിൻ്റെ ആൻസർ നമുക്ക് ആദ്യം കണ്ടെത്താം അല്ലേ. എക്കും സിക്കും ഇടയിൽ എന്തുണ്ട്? ഒരു പാരലൽ കണക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് the total capacity between A and C equal to എന്താണ്? പാരലൽ എന്ന് പറഞ്ഞാൽ മൂന്നും കൂടി ആഡ് ചെയ്യുകയാണല്ലോ. അപ്പം 5 C1 plus C2 plus C3 that is equal to 5 plus 2 plus 3 that is equal to എത്രയാണ്? 10 farad അല്ലേ. 10 farad ആൻസർ കിട്ടിയത് 5 plus 2 plus 3. ഇപ്പോൾ ഈ ചിത്രത്തെ നമുക്ക് ഒന്നുകൂടി മാറ്റി വരയ്ക്കാൻ നോക്കൂ. ഇങ്ങനെ വരയ്ക്കാലോ. നേരത്തെ വരച്ചതിന് ഇത് 10 farad ആണ്. ഇതിൻ്റെ റിസൾട്ട് അല്ലേ, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ സി എന്ന് എടുത്തിരുന്നു. ഇതിൻ്റെ ഇടയിൽ എക്കും സിക്കും ഇടയിൽ നമ്മൾ 3 കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. അതിന് ഇക്വലൻ്റ് കണ്ടപ്പോൾ അതിൻ്റെ ആൻസർ എത്ര കിട്ടിയത്? 10 farad. ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ? നോക്കൂ, ദെൻ ടോട്ടൽ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇങ്ങനെ കാണാം. ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ. ആ രണ്ടും തമ്മിൽ എങ്ങനെയാ? സീരീസ് ആണ്. മാത്രമല്ല അത് ഐഡന്റിക്കലും ആണ്. ഐഡന്റിക്കൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? C/n ദാറ്റ് മീൻസ് 10/2 that is equal to 5 farad. നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സീരീസ് കോമ്പിനേഷൻ ഐഡന്റിക്കൽ ആണെങ്കിൽ എന്ത് ചെയ്യാം? C/n ആണ്. അത് വെച്ച് നമുക്ക് ആൻസർ എത്ര കിട്ടി? 5 farad. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, നമുക്ക് ഇത്തരം സർക്യൂട്ടുകൾ വരുമ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ്. അതുകൊണ്ട് അത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ, 2 പ്രോബ്ലം ചെയ്യുമ്പോഴോ ക്ലിയർ ആവണം എന്നില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ കൂടുതൽ പ്രോബ്ലം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ധാരാളം ചെയ്ത് നോക്കിയാലേ നമുക്ക് ഏതാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്, ഏത് ഇക്വേഷനാണ് അത് സെലക്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യേണ്ടതുണ്ട്. അതുവഴി നമുക്ക് ഇത്തരം പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നേരത്തെ തന്ന പോലത്തെ ഒരു സർക്യൂട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ബി എന്ന് പറയുന്ന 2 പോയിന്റ്. ഇതിൽ 20 മൈക്രോ ഫാരഡിൻ്റെ 2 കപ്പാസിറ്ററുകളുണ്ട്. 10 മൈക്രോ ഫാരഡിൻ്റെ 2 കപ്പാസിറ്ററുകളുണ്ട്. അതുപോലെ ഒരു 15 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ ഇങ്ങനെ ഡയഗണലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾക്കിടയിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് പ്രയാസമാണ്, സീരീസും പാരലലോ കണ്ടെത്താൻ. പക്ഷേ വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റികളെ, ഇതിനെ ഞാൻ C1 എന്ന് പേര് കൊടുത്തു, ഇതിനെ C2, അതുപോലെ ഇതിനെ C3, ഈ കപ്പാസിറ്റിയെ ഞാൻ C4 എന്ന് കൊടുത്തു എന്ന് വരും. ദെൻ അങ്ങനെ കൊടുക്കുമ്പോൾ C1/C2 ഈക്വൽ ടു C3/C4 എന്ന ഇക്വേഷൻ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കറണ്ടുമായി ബന്ധപ്പെട്ടത് പഠിക്കുക. അപ്പോൾ അത് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. തൽക്കാലം ഞാൻ ആ കണ്ടീഷൻ മാത്രം പറയാം. ഇങ്ങനെ ഒരു കണ്ടീഷൻ അത് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, എക്കും ബിക്കും ഇടയിലുള്ള ഈ 2 എണ്ണം, അതാണ് C1ഉം C2. താഴെ കൂടി എക്കും ബിക്കും ഇടയിലുള്ള C3ഉം C4ഉം, അവ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കുന്ന. ഓക്കെ, കറണ്ട് വെച്ച് അവിടെ പറയും. ഇപ്പോൾ നമ്മൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള അല്ലേ, ഇതിൻ്റെ റേഷ്യോ എടുത്തു, ഇതിൻ്റെ റേഷ്യോ എടുത്തു, ആ റേഷ്യോ എടുക്കുന്നതിൻ്റെ ഇടയിൽ 2 പോയിന്റുകൾ ഉണ്ടല്ലോ, ആ പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെ വോൾട്ടേജ് 0 ആയാൽ ഈ അതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ കപ്പാസിറ്റൻസിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതിന് ചാർജ് സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ പിന്നെ ചാർജ് സ്റ്റോർ ചെയ്യാത്തൊരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? ഈക്വൽ കപ്പാസിറ്റൻസിലേക്ക് ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു സർക്യൂട്ടാണ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നോക്കൂ, ഇത് ഒഴിവാക്കിയാൽ, ഇത് ഇവിടുന്ന് ഒഴിവാക്കിയാൽ എന്താ വ്യത്യാസം ഉണ്ടാവുക നോക്കൂ അല്ലേ. അപ്പോൾ ഈ രീതിയിലായി മാറി. അപ്പോൾ ഇത് 2 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന്, ഇങ്ങനെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ തരാം അല്ലേ,
ഒരു സ്ക്വയറിൻ്റെ ഓരോ സൈഡിലും ഇതുപോലെ കണക്ഷൻ കൊടുത്തിട്ട് ഓപ്പോസിറ്റ് പോയിന്റുകൾക്കിടയിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ട്രയാങ്കിൾ പറഞ്ഞപ്പോൾ 2 പോയിന്റുകൾക്കിടയിൽ അങ്ങനെയൊക്കെ വരാമല്ലോ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം നോക്കൂ. ഇവിടെ എക്കും ബിക്കും ഇടയിൽ 2 ബ്രാഞ്ച് ഉണ്ട്. മുകളിലൂടെ ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ ഒന്നിന് പുറകെ ഒന്നായി, മീൻസ് ഇത് രണ്ടും സീരീസ്. താഴെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ചിലും ഒന്നിന് പുറകെ ഒന്നായിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ സീരീസ്. അപ്പോൾ ഈ സീരീസുകൾ എന്ത് ചെയ്യുക, ആദ്യം സോൾവ് ചെയ്യാം. സീരീസ് സോൾവ് ചെയ്യാൻ നോക്കൂ, ഇത് ഐഡൻറ്റിക്കലാണ്. ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ 1/c = 1/c1 + 1/c2 വെച്ച് നിങ്ങൾ സോൾവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളതും ഐഡൻറ്റിക്കലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇക്വലൻറ്റ് ഫിഗർ നമുക്ക് ഇങ്ങനെ വരച്ചുകൂടെ നോക്കൂ. ഇങ്ങനെ ഈ രീതിയിലേക്ക് വരയ്ക്കാൻ പറ്റും. എയും ബിയും, ഇത് ബി ആണ്, ഇവിടെ എന്ത് വരുന്നുണ്ട് എ. ഇതിൻ്റെ ഇക്വലൻ്റ് ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. എങ്ങനെ ഇക്വലൻ്റ് കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞു CS എന്താണ് C/n ചെയ്യാനുള്ളതില്ല. അതുകൊണ്ട് ഓക്കെ, അതിപ്പോൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ നേരിട്ട് പറയാം. നമുക്ക് 20 ആണ്, മീൻസ് സിയുടെ വാല്യൂ 20, 2 എണ്ണമാണ്. അപ്പോൾ 20/2, ദാറ്റ് മീൻസ് 10 മൈക്രോ ഫാരഡ് ആയിരിക്കും റിസൾട്ട്. ഇവിടെയോ 10 മൈക്രോ ഫാരഡുകൾ തമ്മിലാണ് എന്തുള്ളത് സീരീസ് ആയിട്ട് വന്നത്. അപ്പോൾ അതിന് പകുതിയാവും. അപ്പോൾ എത്രയാവും 5 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇനി കാണാലോ, therefore the equivalent capacitance between A and B. എങ്ങനെ കാണാം, എക്കും ബിക്കും ഇടയിൽ 2 കപ്പാസിറ്റൻസ് ഇപ്പോൾ പാരലാണ്. 2 കപ്പാസിറ്റൻസ് പാരലായി എന്ത് ചെയ്താൽ മതി, സിംപ്ലി ആഡ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു C1 + C2, ദാറ്റ്സ് ഈക്വൽ ടു 10 + 5 15 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമ്മൾ ഫിഗർ കൂടെ ആൻസർ ഷീറ്റിൽ കാണിക്കണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, നോക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നു, വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഇത് ഏതാ ചെയ്തതെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഇത് ക്ലിയർ ആണ്. നോക്കൂ, ആദ്യം നമ്മൾ ഒരു ഫിഗർ വരച്ചിരുന്നു, രണ്ടാമതൊരു ഫിഗർ വരയ്ക്കുക, ആ ഫിഗറിൽ ഇത് ഒഴിവാക്കുക, കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇങ്ങനെ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് ഇവ സീരീസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും ആ സീരീസിൻ്റെ റിസൾട്ടാണിത്. ആ സീരീസുകൾ തമ്മിലുള്ള റിസൾട്ട് വരച്ചു, അവ തമ്മിൽ പാരലൽ അല്ലേ, ആ പാരലിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ ഫിഗറും കൂടെ ഇക്വേഷൻസും ഉണ്ടെങ്കിൽ ക്ലിയറായി ആൻസർ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 3 കപ്പാസിറ്ററുകളല്ലേ, 5, 10 and 20 മൈക്രോ ഫാരഡ്സ്. ആ കണക്ഷൻ നമുക്ക് ഇങ്ങനെ കണക്ഷൻ തരിക ചെയ്യാം. ഇപ്പോൾ ഈ കണക്ഷൻ നോക്കുമ്പോൾ നോക്കൂ, ഒന്നിന് താഴെ ഒന്ന് അങ്ങനെ രീതിയിലാണ് വന്നുള്ളൂ അല്ലേ. പെട്ടെന്ന് ചില ആളുകൾ കണ്ടിട്ട് അത് പാരലാണ് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ പ്രോബ്ലത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഒന്നിന് താഴെ ഒന്ന് ആകുമ്പോൾ നമ്മൾ നേരത്തെ താഴെ വരുമ്പോൾ നമ്മൾ പാരലൽ എന്നാണ് പറയുക അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഹൊറിസോണ്ടലായിട്ടാണ് എല്ലാം, അതുകൊണ്ട് പാരലൽ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ നോക്കൂ, എയിൽ നിന്ന് തുടങ്ങി 5 കഴിഞ്ഞ് അതിൻ്റെ കണക്ഷൻ നേരെ പോകുന്ന ഇതിലേക്കാണ് 10ലേക്കാണ്. 10ന് നേരെ കണക്ഷൻ പോകുന്ന എവിടേക്കാണ് 20ലേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ എയും ബിയും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് സർക്യൂട്ടായി മാറും അല്ലേ. അപ്പോൾ അതിൻ്റെ ഷേപ്പല്ല പ്രധാനം, അത് സീരീസ് എന്ന് പറഞ്ഞാൽ ഓരോ കപ്പാസിറ്ററും കഴിഞ്ഞ് അടുത്ത കപ്പാസിറ്റർ കഴിഞ്ഞ് അടുത്ത കപ്പാസിറ്റർ, ആ രീതിയിൽ വരുമ്പോൾ അതിനിടയിൽ വേറെ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അവ തമ്മിൽ നമ്മൾ എന്തായിട്ട് എടുക്കും, സീരീസ് ആയിട്ട് എടുക്കും. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഇത് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് സീരീസാണ്. ഇനി സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് സീരീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സർക്യൂട്ടായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം അല്ലേ, A and B. ഈ രീതിയിൽ അതിനെ മനസ്സിലാക്കുക. നമ്മളിതിങ്ങനെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ആവും 5 മൈക്രോ ഫാരഡ് ഇവിടെ വരും അല്ലേ, 10 മൈക്രോ ഫാരഡ് ആൻഡ് 20 മൈക്രോ ഫാരഡ്, ഇങ്ങനെ വരുന്ന ഒരു സർക്യൂട്ടാണിത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കാണാം, 1/c = 1/c1 + 1/c2 + 1/c3. ഇക്വേഷൻ നമുക്കറിയാം. 1/c = ആൻസർ 1/5. ഞാൻ തൽക്കാലം മൈക്രോ എന്നുള്ളത് 10⁻⁻6 എഴുതുന്നില്ല, കാരണം നമ്മൾ ഫൈനൽ റിസൾട്ട് മൈക്രോ ഫാരഡിലായിരിക്കും കിട്ടുക. അപ്പോൾ റിസൾട്ടിൽ അത് ആഡ് ചെയ്താൽ മതി. ദെൻ ബൈ 1 + 10 + 1/20. ദെൻ അതിൻ്റെ LCM ആയിട്ട് നമുക്ക് 20 എടുക്കാം. ഇവിടെ എത്ര വരും, 20 ആകുമ്പോൾ ഇവിടെ 4 വരും അല്ലേ. 4 × 5 ആണ് 20. ഇവിടെ 2 × 10 20 ആവും. ഇവിടെ 2 കൊടുക്കാം, then +1. That is equal to, ആൻസർ വരുന്ന നോക്കൂ, that is equal to 7 ആവരും അല്ലേ. അപ്പോൾ 7/20. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1/cയുടെ ആൻസറാണ് കിട്ടിയത് അല്ലേ, 7/20. അങ്ങനെയാണെങ്കിൽ നമുക്ക് therefore c = എത്ര പറയാം,
20/7 മൈക്രോ ഫാരഡ്. ഇതാണ് ആൻസർ വരിക, 20/7 മൈക്രോ ഫാരഡ്. നോക്കൂ ഇവിടെ ആൻസർ എത്ര ആയിരിക്കും? 2.9 സംതിങ് ആയിരിക്കും. നോക്കൂ അത് ഈ സീരീസ് സർക്യൂട്ടിൽ 5ലും കുറവാല്ലേ. അപ്പോൾ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ആ കൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആവുക. എന്താണ് സീരീസ് സർക്യൂട്ടിൽ എപ്പോഴും റിസൾട്ടൻ്റ് വാല്യൂ ലീസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂവിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നേരത്തെ തന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സർക്യൂട്ടാണ് അല്ലേ. ഫൈൻഡ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് എഫ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എ ആൻഡ് ബി ഒന്നും തരും. ഇവിടെ അതിൽ ഓരോ ജംഗ്ഷനിലും മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എ ആൻഡ് എഫ് എന്നാണുള്ളത്. അപ്പോൾ ഈ എക്കും എഫിനും ഇടയിലുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണുമ്പോൾ ഇതിൽ സീരീസും പാരലലും തിരിച്ചറിയാൻ ഒരുപാട് പ്രയാസം. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ബ്രാഞ്ചുകൾ എടുത്ത് ആദ്യം സോൾവ് ചെയ്ത് വരും. ഇപ്പോൾ നോക്കൂ, ഇതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും രണ്ടെണ്ണം സീരീസ് ആണോ പാരലലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ രണ്ടെണ്ണം നമുക്ക് സീരീസ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഏതൊക്കെയാ? അത് നോക്കൂ, ഈ രണ്ടെണ്ണം അല്ലേ. നോക്കൂ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് എൻഡ് ചെയ്ത് ഇവിടുന്ന് ഈ രണ്ടും നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും സീരീസ് ആണല്ലോ. സീരീസ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ആൻസർ C/2 ആണല്ലേ. C/n എന്ന് പറഞ്ഞാൽ 2 ആണ് ഇവിടെ. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ കേസാണ്. സീരീസിൽ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ എത്രയാ? C/n. അപ്പോൾ ആൻസർ എത്രയാ? C/2. ഇതിന് പകരം എത്ര വന്നു? C/2. അപ്പോൾ ഞാൻ ഈ പിക്ചറിനെ മാറ്റി പുതിയ പിക്ചറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ ഓരോന്നായിട്ട് വരച്ചെടുക്കും. അപ്പോൾ ഈ രണ്ടെണ്ണം പോയില്ലേ, നോക്കൂ, ഇത് രണ്ടും പോയി. ഇതിന് പകരം ഒരു സിംഗിൾ കപ്പാസിറ്ററായിട്ട് നമുക്കിതിനെ കാണിക്കാം അല്ലേ. അതിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു നമ്മൾ? C/2. അപ്പോൾ ഈ രീതിയിലായി മാറിയല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കൂ, ഈ രണ്ട് കപ്പാസിറ്ററുകൾ പാരലലാണെന്ന് ഷുവറാണ്. കാരണം നോക്കൂ, ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ അത് കോമൺ കണക്ഷനാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ്? പാരലലാണ്. പാരലാകുമ്പോൾ ഇത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കാം. C പാരലൽ, അടുത്ത സ്റ്റെപ്പ് നോക്കൂ, C പാരലൽ ഈക്വൽ ടു C പ്ലസ് ഈ സിയും ഈ C/2 കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടി? 3/2C അല്ലേ. 1Cയും 1/2C. അപ്പോൾ എത്ര കിട്ടും? 3/2C. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ രണ്ടും വീണ്ടും നമ്മൾ മാറ്റുകയാണ്. ഇതിൻ്റെ ഒരു ഇക്വലൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഇക്വലൻ്റ് ഇവിടെ എഴുതാം. അപ്പോൾ ഈ പിക്ചർ എങ്ങനെയായി മാറി നോക്കുമോ? പുതിയ പിക്ചർ വരക്കേണ്ടത് ഇതാണ് അല്ലേ. ഓരോ പിക്ചറും അതിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ അതിൽ ചെയ്ത സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൻ്റെ സൈഡിൽ നമ്മൾ എഴുതേണ്ടത് ഇതാണ്. അവിടെ ഉണ്ടായ രണ്ട് കപ്പാസിറ്ററുകൾ എന്ത് ചെയ്തു? പാരലൽ ആയതുകൊണ്ട് ആഡ് ചെയ്തേക്ക് കിട്ടിയ പുതിയ റിസൾട്ട് നമ്മൾ ഇവിടെ കൊടുത്തു. ദാറ്റ് ഈസ് 3/2C. ഇനി നോക്കൂ, ഈ രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് അല്ലേ. ബിയിൽ നിന്ന് തുടങ്ങി സി വഴി ഇയിലെത്തുന്ന ബ്രാഞ്ചിൽ ഉള്ള രണ്ടെണ്ണമാണ് അല്ലേ. അത് തമ്മിൽ സീരീസാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് സീരീസിനെ അല്ലേ. അപ്പോൾ 1/CS is equal to അല്ലേ. ഇവിടെ നേരത്തെ ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് നമ്മൾ C/n ചെയ്തു. ഇവിടെ നോക്കൂ, ഇത് രണ്ടും സീരീസാണ്. 1/CS is equal to 1/C1. C1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ C ആണ്. പ്ലസ് 1/C2. C2 എന്ന് പറഞ്ഞാൽ 3C/2 ആണല്ലേ. ദാറ്റ് മീൻസ് 3C/2 മുകളിൽ പോവും. അപ്പോൾ ആൻസർ എന്താവും? 1/C1 1/C ആയി. 1/C2 C2 ആണ് താഴെ വരേണ്ടത്. C2ൻ്റെ വാല്യൂ 3C/2 വന്നു. അങ്ങനെ റിസൾട്ട് എന്തായി മാറി? ദാറ്റ്സ് ഈക്വൽ ടു നോക്കൂ, 3C കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. കോമൺ ഡിനോമിനേറ്റർ 3C. ഇവിടെ എത്ര ആയി? 3 + 2 ദാറ്റ് ഈസ് 5. ഇപ്പോൾ 5 എന്ത് കിട്ടി? 3C. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 1/CS ആണ്. അതുകൊണ്ട് തന്നെ CS is equal to 3 കിട്ടി. 3C/5 ആയി ആൻസർ അല്ലേ. അപ്പോൾ നോക്കൂ, ഒരു ബ്രാഞ്ച് കൂടി അവിടെ സോൾവ് ചെയ്യപ്പെട്ടു. അപ്പോൾ പുതിയ ആൻസർ എത്രയാണ് നോക്കൂ? 3C/5 ആണ് പുതിയ ആൻസറായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും ചേഞ്ച് ചെയ്യാം. ഈ രണ്ട് കപ്പാസിറ്റൻസിൻ്റെ ഫൈനൽ ആൻസറാണ് നമുക്ക് കിട്ടിയത്. എത്രയാ? 3C/5 വന്നു. അപ്പോൾ നമുക്കിതിനെ ഒരു സിംഗിൾ കപ്പാസിറ്ററായിട്ട് ഇവിടെ കാണിക്കാം. എത്രയാണ്? 3C/5. ഓക്കെ, പിന്നെ നോക്കൂ, BE എന്നുള്ള രണ്ട് പോയിന്റുകളുണ്ട്. ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ രണ്ട് കപ്പാസിറ്റർ എന്താ? പാരലൽ അല്ലേ. അപ്പോൾ അടുത്തത് ചെയ്യേണ്ടത് ഏതാണ്? പാരലലാണ്. ഏതൊക്കെ ആഡ് ചെയ്യേണ്ടത് നോക്കൂ. ഈ സിയും C പ്ലസ് ഇപ്പുറത്ത് വരുന്ന
3c/5 കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ റിസൾട്ട് എത്ര വരും? രണ്ട് സ്ഥലത്തും 5 കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയി ആൻസർ അല്ലേ? എത്ര കിട്ടി? ഇവിടെ 5c 3c എത്ര കിട്ടി? 8c/5 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ പുതിയ റിസൾട്ട്, രണ്ട് പാരലൽ തമ്മിലുള്ള റിസൾട്ട് 8c/5. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഈ രണ്ട് പാരലുകളെ മാറ്റി അവർക്ക് പകരം എന്ത് കൊടുക്കാം? അവയുടെ ഇക്വലൻ്റ് കണക്ഷൻ കൊടുക്കാം. ഇക്വലൻ്റ് എങ്ങനെ വരും നോക്കൂ. ഇവിടെ ഒരു ഇക്വലൻ്റ് വന്നാൽ അവർക്ക് പകരം വന്നതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 8c/5. സി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ സി ആയിരുന്നു. നമുക്ക് വാല്യൂസ് വന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ സിയുടെ വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ. അടുത്തത് വീണ്ടും ഇവ തമ്മിൽ സീരീസാ അല്ലേ? ഇവ തമ്മിൽ സീരീസാ. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം? അവ തമ്മിൽ സീരീസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെ നോക്കൂ. അപ്പോൾ ആ സീരീസിന് ആൻസർ 1/CS is equal to this one 1/C പ്ലസ് നേരത്തെ നമ്മൾ എഴുതിയ പോലെ 1/C2. C2 എന്ന് പറഞ്ഞാൽ ഈ സീരീസിൽ രണ്ടാമത്തെ ഏതാ? 8c/5 അല്ലേ? 8c/5 മുകളിലേക്ക് എഴുതാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 8 ആയിട്ട് എടുത്താൽ നമുക്ക് റിസൾട്ട് എത്ര കിട്ടും? 8 + 5 13/8c കിട്ടും അല്ലേ? അതായത് എന്തിൻ്റെ ആൻസറാ? 1/CS-ൻ്റെ ആൻസറാണ്. അപ്പോൾ CS is equal എത്രയാ? 8c/13 എന്നുള്ള പുതിയൊരു ആൻസർ കിട്ടും. അപ്പോൾ ഏതിൻ്റെ റിസൾട്ടാണ്? ഇവക്കിടയിലുള്ള റിസൾട്ടാണ് അല്ലേ? അപ്പോൾ അവയെ വീണ്ടും നമ്മൾ മാറ്റി, ഇതിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു? പുതിയൊരു വാല്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാ പുതിയൊരു കപ്പാസിറ്റർ. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞു? 8/13c ആണ് അല്ലേ? ഇത് നോക്കൂ, ഇവ തമ്മിൽ എന്താണ്? നേരത്തെ ചെയ്ത പോലത്തെ അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാൻ പോകുന്നത്. 8/13c അതുപോലെ സിയും തമ്മിൽ എന്താ? പാരലലാ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആ പാരലൽ റിസൾട്ട് കാണാൻ ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയല്ലോ. ഏതൊക്കെ ആഡ് ചെയ്യേണ്ടത്? ഇതാ ഈ സിയും പ്ലസ് 8c/13 കൂടി നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നോക്കൂ. രണ്ട് ഭാഗത്ത് ഞാനിവിടെ 13 കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവും. 13 ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ഇവിടെ 13c ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 8c ഉണ്ട് അല്ലേ? അപ്പോൾ വാല്യൂ എത്ര ആവും? 21c ആവും. അപ്പോൾ ആൻസർ എന്തായി? CP is equal to 21c/13. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് അല്ലേ, ഇത് രണ്ടിന് പകരം ഒന്നാക്കി മാറ്റാം അല്ലേ? ഇങ്ങനെ ഒന്നായി മാറും. അങ്ങനെ ഒന്നായി മാറുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 21c/13 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അടുത്ത സ്റ്റെപ്പ് വരിക. ഇനി നോക്കൂ, ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? ഈ രണ്ടും തമ്മിൽ എന്തായിരിക്കും? സീരീസ് ആണ്. എ മുതൽ എഫ് വരെയാണല്ലോ കാണേണ്ടത്. എ വന്ന് ഇവിടെ വന്ന് എഫിലേക്ക്. ദെൻ ദ ഫൈനൽ റിസൾട്ട് ഈസ് 1/C equal to then 1/then series circuit 1/CS is equal to 1/C this C plus 1/ the second capacitor 21c/13 മുകളിൽ പോയി. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ നോക്കൂ. ഇവിടെ 1/C ഉണ്ട് പ്ലസ് 13/21c ഉണ്ട്. ദെൻ 21 ഇവിടെയും 21 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 21 പ്ലസ് 13 ദാറ്റ് മീൻസ് 34 ദാറ്റ് ഇസ് ഈക്വൽ ടു 34/21c എന്നുള്ള ആൻസർ കിട്ടും. ദ ഫൈനൽ ആൻസർ ഈസ് 1/CS ആണല്ലോ കിട്ടിയത്. CS is equal to 21c/34. ഇങ്ങനെ ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് സോൾവ് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചത്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഓരോ സ്റ്റെപ്പും ഐഡൻറ്റിക്കലായിട്ട് വരാം. അങ്ങനെ ഐഡൻറ്റിക്കൽ ആകുമ്പോൾ ചിലപ്പോൾ ഒരേ റിസൾട്ടൊക്കെ ഫൈനൽ റിസൾട്ടിലേക്ക് വന്നേക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് ഏതൊക്കെ സീരീസ് എടുത്ത് ഏതൊക്കെ പാരലൽ എടുത്ത് ഓരോ സ്റ്റെപ്പും ഏതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു പോകുന്നു. ഫൈനൽ റിസൾട്ട് കിട്ടിയത് എത്രയാണ്? 21c/34. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ 1, 2, 3 പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം എഴുതി നോക്കുക, വീണ്ടും എഴുതി നോക്കുക, വീണ്ടും നമുക്ക് ആ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക.
അപ്പോൾ ഇത്തരം കോമ്പിനേഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ചെയ്തു നോക്കണം. അങ്ങനെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോമ്പിനേഷൻ കിട്ടുകയുള്ളൂ. ഇതേ പ്രോബ്ലംസ് നമുക്ക് തേർഡ് ചാപ്റ്ററിൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ വരുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇക്വേഷൻ നേരെ വിപരീതമാണ്. സീരീസിൻ്റെ ഇക്വേഷനും പാരലൽ ഇക്വേഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അവിടെ സീരീസ് സർക്യൂട്ടിൽ ടോട്ടൽ റെസിസ്റ്റൻസ് R = 3 R1 + R2 + R3യും പാരലലാണ് അവിടെ എന്ത് വരുന്നത് 1/R = 1/R1 + 1/R2 + 1/R3. അപ്പോൾ ആ ചാപ്റ്ററിൽ വരുന്ന അത്തരം പ്രോബ്ലംസ് കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷേ പ്രശ്നം ഇക്വേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് തമ്മിൽ മാറിപ്പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എനർജി ഓഫ് കപ്പാസിറ്ററും എനർജി ഡെൻസിറ്റി ഓഫ് കപ്പാസിറ്ററും അതുപോലെ കപ്പാസിറ്ററുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റ് ചില പ്രോബ്ലംസ് കൂടി ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.